APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ സഹായം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകൾ എത്തി. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അർഹരിലേക്ക് മാത്രം എത്തിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. നിലവിൽ 2026 ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഉടൻ തന്നെ 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ജൂലൈ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഗുണഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അറിയിച്ചു. MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്ന അദ്ദേഹം നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുക വൈകാതെ തന്നെ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപയുടെ ധനസഹായ വിതരണവും ആരംഭിക്കും. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നുവെന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ശരിയാവുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. എന്നാൽ അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടിയും നൽകിയിരിക്കുകയാണ്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകൻ അഗതിയായിരിക്കണം. അപേക്ഷകൻ മറ്റ് പെൻഷനുകൾ വാങ്ങുന്ന ആളാവരുത്. അപേക്ഷകൻ മറ്റാരുടെയെങ്കിലും സംരക്ഷണയിലായിരിക്കാൻ പാടില്ല. അപേക്ഷകൻ ആദായനികുതി നൽകുന്ന വ്യക്തിയാകരുത്. മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നും തന്നെ ലഭിക്കുന്നവർ ഈ പെൻഷന് അർഹരല്ല. എന്നാൽ വികലാംഗരാണെങ്കിൽ ഈ നിയമം ബാധകമല്ല. അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഇത് ബാധകമല്ല. അപേക്ഷകൻ യാചകനാകാൻ പാടില്ല. 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ, അംബാസഡർ കാർ ഒഴികെ സ്വന്തമായി കുടുംബത്തിലുള്ള വ്യക്തിയാകരുത്. അപേക്ഷകൻ അഗതി മന്ദിരത്തിലെ അന്തേവാസിയാകാൻ പാടില്ല. അപേക്ഷകൻ കേന്ദ്ര സർക്കാർ, മറ്റ് സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്നും ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ ലഭിക്കുന്ന വ്യക്തിയാകരുത്. അപേക്ഷകന് 60 വയസ്സോ അതിനു മുകളിലോ പ്രായം ഉണ്ടായിരിക്കണം. അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്ന വ്യക്തിയാകരുത്. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് 3 വർഷത്തിൽ കൂടുതലായിരിക്കണം. വ്യത്യസ്ത പ്രാദേശിക സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുവാൻ പാടുള്ളതല്ല. സ്ഥിരമായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ നടത്തിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഗുണഭോക്താക്കളൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്നും ജൂലൈ മാസം മുതൽ പുറത്താക്കപ്പെടും. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഇനി മുതൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാവും എത്തിച്ചേരുക. പുതുക്കിയ മാറ്റങ്ങൾ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.